രാജ്യത്തെ ആദ്യ സ്ട്രീറ്റ് ലൈബ്രറിയുമായി തൃശൂർ കോർപ്പറേഷൻ. യുനെസ്കോ തൃശൂർ ലേണിംഗ് സിറ്റിയുടെ നേതൃത്വത്തിൽ നഗരമധ്യത്തിൽ തെരുവ് വായനാ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നത് 5 ഇടങ്ങളിൽ. കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിലേക്ക് പൊതുജനങ്ങളുടെ വാഹനങ്ങൾ കയറ്റുന്നത് നിരോധിച്ചു. മാള പഞ്ചായത്ത് കാവനാട് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തി. UDF സ്ഥാനാർത്ഥിയായി നിത ജോഷി വിജയിച്ചത് 567 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് പദവിയോട് താൻ പൂർണ്ണമായും വിശ്വസ്തത പുലർത്തിയിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മേലധികാരികൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണ് തന്റെ ദൗത്യമെന്നും ആൻഡ്രൂസ് താഴത്ത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന ജോലികൾ വ്യാഴാഴ്ച മുതൽ തുടങ്ങാൻ തീരുമാനം. പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്ന നാടോടികളെ മാറ്റിപ്പാർപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ആദ്യമായി സ്ട്രീറ്റ് ലൈബ്രറിയുമായി തൃശൂർ കോർപ്പറേഷൻ. യുനെസ്കോ തൃശൂർ ലേണിംഗ് സിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നഗരമധ്യത്തിൽ 5 ഇടങ്ങളിലായി തെരുവ് വായനാ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നത്. കോർപ്പറേഷൻ ഓഫീസിന് മുൻവശം, വടക്കേ ബസ് സ്റ്റാൻഡ്, നെഹ്റു പാർക്ക്, രാമവർമ്മ പാർക്ക്, സ്വരാജ് റൗണ്ട് എന്നിവിടങ്ങളിലായാണ് 5 സ്ട്രീറ്റ് ലൈബ്രറികൾ സജ്ജമാകുന്നത്. പദ്ധതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലെ തെരുവ് വായനാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ യുനെസ്കോ MGIEP സീനിയർ പ്രോഗ്രാം ഓഫീസർ അമ്മാര മാർട്ടിനൻസ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ട്രീറ്റ് ലൈബ്രറി തുടങ്ങുന്നത്. നിസ്സംശയം നമുക്ക് പറയാം തൃശ്ശൂർ കോർപ്പറേഷനാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്: വായിക്കുക. എല്ലാവർക്കും ഓപ്പണായിട്ട് ആർക്കും വന്നിരുന്ന് വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം പഠനം ഒരു ആവശ്യമാണ്, പ്രായം ഒരു പ്രശ്നമല്ല എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈബ്രറി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ ആൾക്കാർ വരണം, ഇരിക്കണം, പഠിക്കണം, അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും ഇറങ്ങി നടക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശം തന്നെ. വായനക്കാരൻ തന്നെ ലൈബ്രറിയനും സൂക്ഷിപ്പുകാരനുമായി തീരുന്ന വിശാല വീക്ഷണമാണ് ഈ സംരംഭത്തിൻ്റെ ആശയാടിസ്ഥാനം. ആർക്കും ഇവിടെ വന്ന് പുസ്തകമെടുത്ത് വായിക്കാം. ആവശ്യക്കാർക്ക് വായിക്കാനായി അപേക്ഷ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോകുകയുമാകാം. 15 ദിവസത്തിനകം തിരിച്ചെത്തിച്ചാൽ മതി. ഇതിനായി QR കോഡ് പിന്തുണയോടെയുള്ള സംവിധാനവും ഒരുങ്ങിക്കഴിഞ്ഞു. യുനെസ്കോയുടെ അംഗീകാരത്തോടെ ലേണിംഗ് സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട് 1 വർഷത്തിലേറെയായി വിവിധ പഠന വിജ്ഞാന പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന തൃശൂർ കോർപ്പറേഷൻ ഡിജിറ്റൽ യുഗത്തിൽ പൊതുജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരുടെ അറിവിൻ്റെ ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നിടുകയാണ് സ്ട്രീറ്റ് ലൈബ്രറി എന്ന പുതുമയാർന്ന സംരംഭത്തിലൂടെ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പൊതുജനങ്ങളുടെ വാഹനങ്ങൾ കയറ്റുന്നത് നിരോധിച്ചുകൊണ്ട് സെക്രട്ടറി. കോർപ്പറേഷൻ ഓഫീസിന്റെ മുഖ്യ കവാടത്തിന് മുന്നിലാണ് പൊതുജനങ്ങളുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ തടയാൻ സെക്യൂരിറ്റി ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ നിയന്ത്രണം മൂലം കോർപ്പറേഷനിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വന്ന സാധാരണക്കാരും മുതിർന്ന പൗരന്മാരും ഏറെ ബുദ്ധിമുട്ടി. പൊതുജനങ്ങളുടെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ രാജ്യത്ത് ആരംഭിക്കുന്ന 100 ഭക്ഷണ തെരുവുകളിൽ 4 എണ്ണം കേരളത്തിലാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ ഈറ്റ് സ്ട്രീറ്റ് എന്ന ആശയം ഉയർന്നുവന്ന കൊടുങ്ങല്ലൂരിന് ഈ പട്ടികയിൽ ഇടം ലഭിച്ചിട്ടില്ല. കോട്ടപ്പുറം മുസ്ലിസ് ആംഫി തിയേറ്റർ കേന്ദ്രീകരിച്ച് ഭക്ഷണത്തെരുവ് ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിന് പതിറ്റാണ്ടിലധികം പഴക്കമുണ്ട്. കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന TN പ്രതാപനാണ് ഹൈദരാബാദിലെ ഈറ്റ് സ്ട്രീറ്റ് മാതൃകയിൽ കോട്ടപ്പുറത്ത് ഭക്ഷണത്തെരുവ് എന്ന ആശയം പങ്കുവച്ചത്. ആംഫി തിയേറ്ററിനോട് ചേർന്ന് ഭക്ഷണത്തെരുവിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. നിലവിൽ ഒരു ഹോട്ടൽ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കോട്ടപ്പുറം കായലോരത്ത് ഒരു ഈറ്റ് സ്ട്രീറ്റ് വേണമെന്ന് ഉദ്ദേശിച്ചാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളെല്ലാം ഈ കായലിൽ ചേർന്നോട് നിർമ്മിക്കുകയും, ശരിക്കും പറയുകയാണെങ്കിൽ ഈറ്റ് സ്ട്രീറ്റിന് വേണ്ടിയാണ് ഈ കായലോരം മുഴുവൻ അറേഞ്ച്മെന്റ് ചെയ്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണത്തെരുവ് നടപ്പിലാക്കുവാൻ ഓരോ ഭക്ഷണത്തെരുവിന് വേണ്ടി ഓരോ കോടി രൂപ അനുവദിക്കുകയുണ്ടായി. കേരളത്തിലും 4 ഭക്ഷണത്തെരുവുകൾ അനുവദിച്ചു. കോട്ടപ്പുറം കായലോരത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഒരു ഈറ്റ് സ്ട്രീറ്റ് പ്രഖ്യാപിച്ചാൽ മതി. കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല. 1 കോടി രൂപ ഇവിടെ അനുവദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഈറ്റ് സ്ട്രീറ്റ് ഇവിടെ വിഭാവനം ചെയ്യാമായിരുന്നു. ഇവിടെയുള്ള സ്ത്രീജനങ്ങൾക്ക്, അമ്മമാർക്കും സഹോദരിമാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും എല്ലാം ഭക്ഷണമുണ്ടാക്കി ഇവിടേക്ക് സപ്ലൈ ചെയ്യുവാനും ഒട്ടനവധി യുവക്കൾക്ക് തൊഴിൽ കിട്ടാവുന്ന വലിയൊരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ പാതയ്ക്കിരുവശവുമായി വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന ഇടമാണ് ഈറ്റ് സ്ട്രീറ്റ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ കുറയ്ക്കുക,
ആരോഗ്യകരമായ ഭക്ഷണരീതി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി മാതൃകാ ഭക്ഷണത്തെരുവ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് തളങ്കര ബീച്ച്, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, കോഴിക്കോട് ബീച്ച്, ആലപ്പുഴ ബീച്ച് എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ പുതിയ ഭക്ഷണ തെരുവുകൾ ആരംഭിക്കുന്നത്. ഇവിടങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ ഒരുക്കിയിട്ടുള്ള കൊടുങ്ങല്ലൂരിൽ ഭക്ഷണ തെരുവ് ആരംഭിക്കാൻ അധികൃതരുടെ മനസ്സ് മാത്രം മതിയാകും. TCV കൊടുങ്ങല്ലൂർ. മാള പഞ്ചായത്തിലെ കാവനാട് 14-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നിത ജോഷി വിജയിച്ചു. LDF-ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇസ്മയിൽ നമ്പൂരി മഠത്തിലിനെതിരെ 567 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് നിത ജോഷി വിജയിച്ചത്. നിത ജോഷി 677 വോട്ടുകൾ നേടിയപ്പോൾ ഇസ്മയിൽ നമ്പൂരി മഠത്തിൽ 110 വോട്ടുകളാണ് ലഭിച്ചത്. മണിക്കുട്ടൻ മംഗലത്ത് 29 വോട്ടുകൾ നേടി. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച ജോഷി കാഞ്ഞൂത്തറ 307 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. തുടർച്ചയായി 3 മാസം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താലാണ് ജോഷിയെ അയോഗ്യനാക്കിയത്. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. ജോഷി കാഞ്ഞുത്തറയുടെ ഭാര്യയാണ് വിജയിച്ച നിത ജോഷി. 2015-ൽ ഇതേ വാർഡിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പദവിക്കോ ആദരവിനോ വേണ്ടിയല്ല താൻ നിൽക്കുന്നത് എന്നും മേലധികാരികൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയാണ് തന്റെ ദൗത്യമെന്നും 73-ാം ജന്മദിനം ആഘോഷിക്കുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ വൈദികനായപ്പോൾ എടുത്ത പ്രതിജ്ഞ നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തരുന്ന ദൗത്യം എന്തോ അതെല്ലാം താൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ തന്നെ അർഹിക്കാത്ത ഒരുപാട് പദവികൾ ലഭിച്ചു. തനിക്ക് നിർബന്ധിച്ചു തന്ന പദവികൾ മാത്രമേയുള്ളൂ. അതിനാൽ തന്നെ പുതിയ സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും താനൊരു സാധാരണക്കാരനാണെന്നും ബിഷപ്പ് പറഞ്ഞു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പദവിക്കോ ആദരനോ അല്ല നിൽക്കുന്നത്. ഞാനൊരച്ഛനായപ്പോൾ ഞാനെടുത്തൊരു പ്രതിജ്ഞയുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. എൻ്റെ അധികാരികൾക്ക് ഞങ്ങൾ ബൈബിൾ തൊട്ടിട്ട് പ്രതിജ്ഞ എടുക്കുക. മാർപ്പാപ്പയ്ക്ക്, മേജർ ആർച്ച് ബിഷപ്പിന്, രൂപതാധ്യക്ഷന്. അതുകൊണ്ട് എനിക്ക് തരുന്ന ദൗത്യം എന്തോ അതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ തന്നെ ഞാൻ അർഹിക്കാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടംപോലെ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, സാധാരണ വീട്ടിൽ ജനിച്ച ആളാണ്. അപ്പോൾ നിർബന്ധിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി പുതിയ പദവികൾക്കൊന്നും ആഗ്രഹമില്ല. ഒരു വൈദികനെയോ മെത്രാനെയോ സംബന്ധിച്ച് ഏത് ദൗത്യം നൽകുന്നുവോ അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതല്ല, ഏൽപ്പിച്ച ദൗത്യത്തോട് വിശ്വസ്തനായിരുന്നോ എന്നത് മാത്രമാണ് വിലയിരുത്തുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഫൈനലാണെന്ന് മാർ താഴത്ത് പറഞ്ഞു. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, മെത്രാനെ സംബന്ധിച്ചിടത്തോളം ഏത് ദൗത്യം നൽകുന്നുവോ അത് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തോട് വിശ്വസ്തനായിരുന്നുവോ എന്നത് മാത്രമാണ് ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്താൻ. ഒരു രാഷ്ട്രത്തിന്റെ സർക്കാർ തന്റെ സർക്കാരാണെന്നും ആരൊക്കെ ജനപ്രതിനിധികളായിട്ടുണ്ടോ അവരെ എല്ലാവരെയും ആദരവോടെ ബഹുമാനിക്കുന്നുവെന്നും അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഒരു രാഷ്ട്രത്തിൻ്റെ സർക്കാർ അത് എൻ്റെ സർക്കാരാണ്. തൃശ്ശൂരിൻ്റെ MP എൻ്റെ MP ആണ്. തൃശ്ശൂരിൻ്റെ MLA എൻ്റെ MLA ആണ്. ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് വിലയിരുത്തുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഫോർത്ത് എസ്റ്റേറ്റ് ഒക്കെയാണ് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ എല്ലാവരെയും, ആരൊക്കെ ജനപ്രതിനിധികളായിട്ടുണ്ടോ അവരെല്ലാവരെയും ഞാൻ ആദരവോടെ ബഹുമാനിക്കുന്നു. അതിൽ വിട്ട് ഞാൻ ഒരാളെക്കുറിച്ച് ഒരു കമൻറ്റ് പോസിറ്റീവും പറയുന്നില്ല, നെഗറ്റീവും പറയുന്നു. TCV ന്യൂസ് തൃശൂർ. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും എമിരറ്റസ് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനം കാരുണ്യദിനമായി ആഘോഷിച്ചു. ബോണ്ണതാലെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ DBCLC അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമിസ്, കൽദായ സുറിയാനി സഭ മാർ ഔഗീൻ കുര്യാക്കോസ്, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, MLA-മാരായ P. ബാലചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ചാണ്ടി ഉമ്മൻ, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നാഗേഷ്, NCP പ്രതിനിധി മുഹമ്മദ് കുട്ടി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ്, ACP സജീവൻ തുടങ്ങി വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ
ഇരു പിതാക്കന്മാർക്കും ആശംസകൾ നേർന്നെത്തി. ആശംസകൾ അറിയിക്കാനെത്തിയ മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ പുതിയ എപ്പിസ്കോപ്പമാരായ സക്കറിയാസ് മാർ അപ്രേം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം എന്നിവർക്ക് തൃശൂർ പൗരാവലിയുടെ സ്വീകരണവും നൽകി. കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായി ചൂലുശ്ശേരിയിൽ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ആദ്യ ഗഡു കുടുംബത്തിന് കൈമാറി. 15 നിർധന കുടുംബങ്ങൾക്ക് കാരുണ്യ ഭവനങ്ങൾ നിർമ്മിക്കാനായി മാത്യൂസ് എന്നയാൾ തന്റെ പേരിലുള്ള 45 സെന്റ് സ്ഥലം വിട്ടു നൽകുന്നതിന്റെ രേഖകൾ ചടങ്ങിൽ സഭ ഏറ്റുവാങ്ങി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. TCV തൃശൂർ. രാഷ്ട്രത്തിന്റെയും പാവപ്പെട്ടവരുടെയും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ തന്റെ ദൗത്യം നിർവഹിക്കുന്ന ബോധ്യമുണ്ടാകുന്നതെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. TN പ്രതാപൻ MPയുടെയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും നേതൃത്വത്തിൽ 73 ജനപ്രതിനിധികൾ 73ാം പിറന്നാൾ ആഘോഷിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്തിന് നൽകിയ പിറന്നാൾ സമ്മാനം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത്. 73 ജനപ്രതിനിധികൾ നൽകിയ 73 സാരികളേക്കാൾ TN പ്രതാപൻ MP ഇന്ത്യൻ ഭരണഘടനയുടെ പുതിയ അച്ചടിച്ച കോപ്പി നൽകിയത് ഭാരതീയൻ എന്ന നിലയിൽ തനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷമാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ജനപ്രതിനിധികളോടൊപ്പം ജന്മദിന കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും മറ്റ് വൈദികരും സന്നിഹിതരായിരുന്നു. ജനപ്രതിനിധികൾ വന്ന് സമ്മാനമായി 73 സാരികൾ നൽകിയതിന് എനിക്ക് വലിയ നന്ദിയുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് തൃശ്ശൂരിൻ്റെ MP ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ അച്ചടിച്ച പതിപ്പ് തന്നത് അതൊരു പ്രതീകമാണ്. നമ്മളെല്ലാവരും ഭാരതീയരാണെന്നും ഭാരതത്തിൻ്റെ അനന്യത, അതിൻ്റെ പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സെക്യുലറിസം അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഭാരതീയരാണ് എന്നുള്ള അഭിമാനത്തോടെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോപ്പി തന്നപ്പോൾ എൻ്റെ ജന്മദിനത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഭാരതീയരെന്ന നിലയിൽ അഭിമാനിക്കുക മാത്രമല്ല, ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും എല്ലാ മതത്തിലും ജാതിയിലും വർണ്ണത്തിലും വർഗത്തിലും പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഒക്കെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആശയമാണ് ഇതുള്ളത്. അതുകൊണ്ട് പ്രത്യേകമായ വിധത്തിൽ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോപ്പി തന്നതിന് പ്രത്യേകം തൃശ്ശൂരിൻ്റെ MPയോട് നന്ദി പറയുകയാണ്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന ജോലികൾ വ്യാഴാഴ്ച മുതൽ തുടങ്ങാൻ തീരുമാനം. NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം. കാന നിർമ്മാണവും സൗന്ദര്യവൽക്കരണ ജോലികളുമാണ് ആരംഭിക്കുന്നത്. സൗന്ദര്യവൽക്കരണം തുടങ്ങുന്നതോടെ പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്ന നാടോടികളെ മാറ്റിപ്പാർപ്പിക്കും. പാലത്തിന് താഴെ ടൈൽ വിരിക്കുന്ന ജോലികൾ പൂർത്തിയായാൽ നഗരസഭയുടെ ഓപ്പൺ ജിമ്മിനുള്ള പണികൾ തുടങ്ങും. റെയിൽവേ പാളത്തിന് ഇരുഭാഗത്തും പാലത്തിന് മുകളിലേക്ക് ഗോവണി സ്ഥാപിക്കും. പാലത്തിന് മുകളിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കും. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി മേൽപ്പാലത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ വാഹന പാർക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തും. തിരുവങ്കിടം അടിപ്പാത നിർമ്മാണ ചെലവ് പൂർണ്ണമായും റെയിൽവേ വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് കേരയിൽ MD അറിയിച്ചതായി MLA പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ടെമ്പിൾ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണൻ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിതനായ ചലച്ചിത്ര താരം ദേവൻ ശ്രീനിവാസനെ NDA നേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി അഭിനന്ദിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പൊന്നാടയണിയിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ സെക്രട്ടറി NR റോഷൻ, BJP മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം KP ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് മധുര വിതരണവും നടത്തി. മതത്തിന്റെ പേരിൽ രാജ്യത്ത് തമ്മിലടിക്കുകയാണെന്നും ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നിരാശാജനകമാണെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ എപ്പിസ്കോപ്പമാർക്ക് തൃശൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസികളെ തള്ളിപ്പറഞ്ഞ് ആർക്കും മുന്നോട്ടു പോകാനാകില്ലെന്നും ലോകത്ത് വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും സ്പീക്കർ പറഞ്ഞു. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. മാർത്തോമാ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭാ ബിഷപ്പ് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, കൽദായ സുറിയാനി സഭാ ബിഷപ്പ് മാർ ഔഗീൻ കുര്യാക്കോസ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ ബിഷപ്പ് യോഹന്നാൻ മാർ മിലിത്യോസ് തുടങ്ങിയവർ സംസാരിച്ചു. സഖറിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം എന്നിവരാണ് മാർത്തോമാ സഭയുടെ എപ്പിസ്കോപ്പമാരായി സ്ഥാനാരോഹണം ചെയ്തത്.
അമ്മാടം പെരിങ്ങോട്ടുകര റോഡിൽ ആലപ്പാട് കുണ്ടോളിക്കടവ് ഷാപ്പിന് സമീപം കലുങ്ക് പുനർനിർമ്മിക്കാനുള്ള PWD അധികൃതരുടെ ശ്രമം ബസ് ഉടമകൾ തടഞ്ഞു. ഗതാഗതം നിരോധിക്കുന്ന സാഹചര്യത്തിൽ പകരം റൂട്ട് അനുവദിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുണ്ടായിട്ടില്ലെന്നാരോപിച്ചാണ് ഏതാനും ബസ് ഉടമകൾ കലുങ്ക് നിർമ്മാണം തടഞ്ഞത്. റോഡിനടിയിലെ കലുങ്ക് ഇടിഞ്ഞതിനാൽ ഏതു സമയവും റോഡിടിഞ്ഞ് അപകടം സംഭവിക്കാമെന്ന സ്ഥിതിയായതിനെ തുടർന്നാണ് കലുങ്ക് പുനർനിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപേ നടപടി ആരംഭിച്ചത്. ഇതുവഴിയുള്ള ഗതാഗതം ബുധനാഴ്ച മുതൽ നിരോധിച്ച് പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം PWD അധികൃതർ അറിയിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി യന്ത്ര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവർ എത്തിയതോടെയാണ് ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പകരം റൂട്ട് അനുവദിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവില്ലാതെ റോഡ് പൊളിക്കാനാവില്ലെന്ന നിലപാടുമായി ബസ് ഉടമകൾ രംഗത്തെത്തിയത്. പകരം റൂട്ട് നിർദ്ദേശിക്കുന്ന ഔദ്യോഗിക ഉത്തരവില്ലെങ്കിൽ ആ റൂട്ടിൽ വെച്ച് അപകടം സംഭവിക്കുന്ന പക്ഷം ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ബസ് ഉടമകളുടെ പ്രതിഷേധം. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നതാധികാരികളിൽ നിന്നും മറ്റൊരു നിർദ്ദേശം ലഭിക്കുന്നതുവരെ തുടരേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. പാലക്കൽ ഭാഗത്തു നിന്നും വരുന്നവർ പുത്തൻവെട്ട് വഴിയിൽ നിന്നും തൃപ്രയാർ നിന്ന് വരുന്നവർ കുണ്ടോളിക്കടവിൽ നിന്നും വഴിതിരിഞ്ഞു പോകണമെന്നായിരുന്നു ഗതാഗതത്തിന് പകരം സംവിധാനമായി ചേർപ്പ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം തടസ്സമില്ലാതെ പണി നടക്കുകയാണെങ്കിൽ 1.5 മാസം കൊണ്ട് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് PWD അധികൃതർ വ്യക്തമാക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. ദേശമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ ഫാമിൽ വളർത്തിയിരുന്ന 50ഓളം നാടൻ കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. പല്ലൂർ കളപ്പുരയ്ക്കൽ മാധവന്റെ വീടിനു സമീപത്തെ ഫാമിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഫാമിൽ നിന്നും തെരുവ് നായ്ക്കൾ ഇറങ്ങിയോടുന്നത് കണ്ടത്. 3 വർഷത്തോളമായി കോഴി വളർത്തൽ ചെയ്യുന്നുണ്ട് ഇവർ. സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കോഴികളെ വളർത്തിയിരുന്നത്. മുല്ലശ്ശേരി മധുക്കര വടക്കേപ്പുറം കോൾപ്പടവിൽ മോട്ടോർ പുര കുത്തിത്തുറന്ന ചെമ്പ് വയറുകൾ മോഷ്ടിച്ചു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2 മാസത്തിനുള്ളിൽ 4ാം തവണയാണ് ഈ പടവിൽ മോട്ടോർ പുര കുത്തിത്തുറന്ന ചെമ്പ് കമ്പികൾ മോഷ്ടിക്കുന്നത്. ഓരോ തവണയും മോഷണം നടക്കുമ്പോൾ പോലീസിൽ പരാതി നൽകാറുണ്ടെങ്കിലും മോഷ്ടാവിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പടവിന് സംഭവിച്ചതെന്ന് പടവ് കമ്മിറ്റി പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, സെക്രട്ടറി ED സണ്ണി എന്നിവർ പറഞ്ഞു. നേരത്തെ മധുക്കര തെക്കേ പടവ്, അന്നകര വടക്ക് കോൾപ്പടവ്, പറപ്പൂർ സൊസൈറ്റി പടവ്, വടക്കേ കോഞ്ചിറ പടവ്, കരിമ്പാടം തുടങ്ങിയ ഇടങ്ങളിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. പടവിലെ മോട്ടോർ പുരകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് പാടശേഖര സമിതികൾക്ക് നൽകുന്നത്. പടവിൽ വയറിംഗ് പുനഃസ്ഥാപിച്ചാലേ പമ്പിംഗ് തുടരാൻ സാധിക്കുകയുള്ളൂ. കടുത്ത വേനലിലും ജലസമൃദ്ധമാണ് മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ. വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണവും പൂർത്തിയാക്കി. പാഴായി പോകുന്ന വെള്ളം കൃത്യമായ അളവിൽ തടഞ്ഞു നിർത്തിയാൽ നിരവധി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാവുമെന്ന ആശയമാണ് തകർന്നു കിടന്ന ഷട്ടറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ ഇടയാക്കിയത്. ഇതിനായി പഞ്ചായത്തിൽ നിന്നും 4,50,000 രൂപ അനുവദിച്ചു. എന്നാൽ ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് നല്ല രീതിയിൽ ഷട്ടർ പുനഃസ്ഥാപിക്കുക എന്നത് ചോദ്യചിഹ്നമായതോടെ ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരായ സോമൻ കാര്യാട്ട്, രാജേഷ് കാര്യാട്ട്, ജെയിംസ് വെണ്ണാട്ടുപറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറുകാരനിൽ നിന്നും ഉപകരാറെടുത്ത ശേഷം തങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ സൗജന്യമായി പണികൾ ചെയ്തു നൽകി. ഇതോടെ കാര്യങ്ങൾ എളുപ്പമാവുകയും നവംബർ 10 മുതൽ ആരംഭിച്ച പണികൾ ഡിസംബർ 6-ന് പൂർത്തിയാവുകയും ചെയ്തു. 15 ലക്ഷത്തിൽ പരം രൂപ ചെലവ് വരുന്ന പണികൾ കേവലം 5 ലക്ഷം രൂപയിൽ ചെയ്തു തീർക്കാനായി. 2 ചീപ്പുകളും 1 റെഗുലേറ്ററിംഗ് ഷട്ടറും ഉൾപ്പെടെ 3 ഷട്ടറുകളാണ് ആധുനിക രീതിയിൽ സ്ഥാപിച്ചത്. വെള്ളത്തിൽ കിടക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ കവചമായി ടാർ ഷീറ്റും വശങ്ങളിലെ ലീക്ക് തടയാൻ സിൽക്കൺ കോമ്പൗണ്ട് പ്രൂഫും സ്ഥാപിച്ചു. ഷട്ടർ നിർമ്മാണം പൂർത്തിയായതോടെ ചുള്ളിക്കാവ് ചിറ ജലസമൃദ്ധമായി. ഇതോടെ പുത്തൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമാവുകയാണ്. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ പെയിന്റിംഗ് ജോലിക്കായി എത്തിയ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. പടിയൂർ സ്വദേശി കളരിക്കൽ സുജിത്തിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മേത്തല എൽത്തുരുത്ത് പൊക്കത്ത് വീട്ടിൽ പ്രതാപന്റെ വീട്ടിൽ പെയിന്റിംഗ് ജോലിക്കായി എത്തിയ സുജിത്ത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ കവരുകയായിരുന്നു. തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു. SIമാരായ കശ്യപൻ, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PG ഗോപകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
പറപ്പൂക്കര പഞ്ചായത്തിലെ 100 ഏക്കറിലധികം വരുന്ന പാടത്തേക്ക് നെൽകൃഷിക്ക് വെള്ളമെത്തിക്കുന്ന തുപ്പങ്കാവ് ചിറയുടെ നവീകരണം അവസാന ഘട്ടത്തിൽ. ജലസംഭരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ചിറയുടെ മരപ്പലകകൾ മാറ്റി ഇരുമ്പ് ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പണികൾ പൂർത്തിയായി. പറപ്പൂക്കര പഞ്ചായത്തിലെ വയലൂർ, കൊളത്തൂർ, നെല്ലായി പ്രദേശങ്ങളിലെ ജനങ്ങൾ ജലസേചനത്തിനായി ആശ്രയിക്കുന്നത് തൂപ്പങ്കാവ് ചിറയെയാണ്. ചിറയിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് മേഖലയിലെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്തുന്നത്. ചിറയുടെ മരപ്പലകകൾ കാലപ്പഴക്കം മൂലം ദ്രവിച്ചതിനാൽ ശരിയായ രീതിയിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ കർഷകർ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇത് കണക്കിലെടുത്താണ് പലകകൾ മാറ്റി ഇരുമ്പ് ഷട്ടറുകൾ സ്ഥാപിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം, ഷട്ടർ സ്ഥാപിക്കൽ, ഷട്ടറിന് മുകളിൽ മേൽക്കൂര നിർമ്മാണം എന്നിവയ്ക്കായി 40 ലക്ഷം രൂപയാണ് അനുവദിക്കപ്പെട്ടത്. ചിറയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകാനായി നിർമ്മിച്ചിട്ടുള്ള ഫീൽഡ് ചാനലുകളുടെ സ്പൗട്ടുകളും പുനർനിർമ്മിച്ചിട്ടുണ്ട്. ചിറയിൽ ഷട്ടറുകൾ സ്ഥാപിക്കപ്പെട്ടതോടെ കാര്യക്ഷമമായ രീതിയിൽ വെള്ളം സംഭരിച്ചു നിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് മേഖലയിലെ കർഷകർക്കുള്ളത്. TCV കൊടകര. കരാർ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്ന കുന്നംകുളം KSEB ഓഫീസിലെ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും ഓട്ടോറിക്ഷകളിലും ഇടിച്ചു. കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ CV സ്മാരക ഹാളിന് സമീപമായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. KSEB ഓഫീസിൽ നിന്നും ജീവനക്കാരുമായി പുറപ്പെട്ട വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വൈദ്യുതി തൂണിലും തുടർന്ന് സമീപത്തെ ഓട്ടോ പാർക്കിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷകളിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ ഒടിഞ്ഞ് KSEBയുടെ വാഹനത്തിന് മുകളിലേക്ക് വീണു. 2 ഓട്ടോറിക്ഷകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ദീർഘകാലമായി മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ പുന്നയൂർകുളം ആൽത്തറയിലെ ബസ് സ്റ്റാൻഡ് ഇതുവരെ യാഥാർത്ഥ്യമായില്ല. ബസ് സ്റ്റാൻഡിനായി നേരത്തെ പഞ്ചായത്ത് നീക്കം നടത്തിയിരുന്നു എങ്കിലും പുതിയ ഭരണസമിതി ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആൽത്തറയിൽ പുതുതായി നിർമ്മിച്ച സ്വകാര്യ വാണിജ്യ കെട്ടിടത്തിൽ ബസ് സ്റ്റാൻഡ് സൗകര്യവും ശുചിമുറികളും ഉൾപ്പെടുത്തുമെന്നാണ് അവസാനമായി പ്രഖ്യാപിച്ചത്. ബസ് സ്റ്റാൻഡിന്റെ രൂപരേഖയും പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. പക്ഷേ പഞ്ചായത്ത് സ്വകാര്യ കെട്ടിടത്തിന്റെ ഉടമയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് പദ്ധതി ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്. 40ഓളം സ്വകാര്യ ബസ്സുകൾ 300-ലധികം സർവീസുകളാണ് ഒരു ദിവസം ആൽത്തറ കേന്ദ്രീകരിച്ചുള്ളത്. ഇതിൽ 11 ബസ്സുകൾ ആൽത്തറയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. സമീപത്തുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ വരാന്തകളിലാണ് ബസ് യാത്രക്കാർ ഇരിക്കുന്നത്. നിലവിൽ ബസ്സുകൾ നിർത്താൻ പോലും സൗകര്യങ്ങളില്ല. 300-ലധികം കച്ചവട സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി, പഞ്ചായത്ത് ലൈബ്രറി, കമലാസുരയ്യ സമുച്ചയമടക്കം പഞ്ചായത്തിന്റെ പ്രധാന സ്ഥലമാണ് ആൽത്തറ. ആൽത്തറയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചാൽ വികസനത്തോടൊപ്പം പഞ്ചായത്തിന് വരുമാനമാർഗമുണ്ടാക്കാൻ സാധിക്കും. 40 വർഷത്തോളമായി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണ നേതൃത്വം ആൽത്തറയുടെ വികസനത്തിൽ മൗനം നടിക്കുന്നത് ജനങ്ങളിൽ ആക്ഷേപത്തിന് ഇടയാക്കുന്നുണ്ട്. TCV പുന്നയൂർകുളം. തൃശൂർ പാസ്പോർട്ട് ഓഫീസിന് സമീപം റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി 2 കാലുകൾക്കും പരിക്കേറ്റ പൂച്ചയെ മൃഗസ്നേഹികൾ കൊക്കാലെ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ട്രാക്ക് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ട്രാക്ക്മാൻ പൂച്ചയെ കണ്ടത്. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോസ് പ്രവർത്തകരെത്തി പൂച്ചയെ കൊക്കാലെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും പൂച്ച പിന്നീട് ചത്തുപോയി. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ രാപ്പാൾ വടക്കുംനാലത്ത് മണിലാൽ, യാത്രക്കാരനായ രാപ്പാൾ സ്വദേശി പുരുഷോത്തമൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വഴിയാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് നിന്ന് രാപ്പാളിലേക്ക് പോയിരുന്ന ഓട്ടോയിൽ കാർ വന്നിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല ദിനത്തിലെ വിശേഷാൽ അവൽ നിവേദ്യം ശീട്ടാക്കൽ തുടങ്ങി. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആഘോഷിക്കുന്നത്. ഈ മാസം 20-നാണ് കുചേല ദിനം. കുചേല ദിനത്തിൽ അവൽ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർക്ക് ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലൂടെയും 17-ന് വൈകിട്ട് 4 വരെ അവൽ ശീട്ടാക്കാനാകും. കുചേല ദിനത്തിന്റെ ഭാഗമായി കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കഥകളി ഗായകർ കുചേലവൃത്തം പദങ്ങൾ ആലപിക്കും. രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും അരങ്ങേറും. ചാലക്കുടിയിലെ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചാലക്കുടി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആളൂർ കല്ലേറ്റുംകര സ്വദേശി ഉള്ളിശ്ശേരി വീട്ടിൽ സെയ്ദിനെയാണ് ആനമല ജംഗ്ഷനിലെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്.
പാലിയേക്കര ടോൾ പ്ലാസയിലെ ജീവനക്കാരന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ പടാക്കുളം ഐശ്വര്യ GB നിലയത്തിൽ അനുഷ് ആണ് പിടിയിലായത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ ജീവനക്കാരനായ പ്രബീഷിന്റെ ബൈക്കാണ് അനുഷും പ്രായപൂർത്തിയാകാത്ത സുഹൃത്തും ചേർന്ന് മോഷ്ടിച്ചത്. മോഷ്ടിച്ച ബൈക്കിലെത്തിയ പ്രതികൾ കയ്പമംഗലത്ത് കടകൾ കുത്തിപ്പൊളിച്ച കേസിൽ പിടിയിലാവുകയായിരുന്നു. കയ്പമംഗലം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ പാലിയേക്കരയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചതായി പറഞ്ഞത്. കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പാലിയേക്കരയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇടുക്കി കരിങ്കുന്നം പഞ്ചായത്ത് 7-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആം ആദ്മി സ്ഥാനാർത്ഥി ബീന കുര്യനെ അഭിനന്ദനങ്ങൾ അറിയിച്ച് തൃശൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. ആം ആദ്മി സംസ്ഥാന സെക്രട്ടറി റാണി ആൻഡോ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ, സിന്ധു സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, ട്രഷറർ ഇട്ടൂപ്പ്, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ഷീബ ഗോപൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കിടിച്ച് കാൽനട യാത്രികരായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കുറുക്കൻപാറ സ്വദേശി തോലത്ത് വീട്ടിൽ ജെയ്സൺ, ഭാര്യ ജെയിനി എന്നിവർക്കും ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ യദുവിനുമാണ് പരിക്കേറ്റത്. കുറുക്കൻപാറയിൽ പുതുതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ദമ്പതികൾ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇരുവരെയും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികനെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിലെ വെളിച്ചക്കുറവാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരനെ അശ്രദ്ധമായി ഇഞ്ചക്ഷൻ നൽകിയതിനെ തുടർന്ന് കാലിന് തളർച്ച ബാധിച്ചതായി പരാതി. പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിൽ അലിക്കുട്ടിയുടെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടതുകാലിനാണ് തളർച്ച ബാധിച്ചത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി വൈകിട്ട് തലവേദനയും ഛർദിയുമായി എത്തിയ കുട്ടിക്ക് കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് നഴ്സ് 2 കൈകളിലും ഇഞ്ചക്ഷൻ ചെയ്യുകയും പിന്നീട് അരയിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വിസമ്മതിച്ചുവെങ്കിലും നഴ്സ് അശ്രദ്ധമായി ഇഞ്ചക്ഷൻ നൽകിയതായാണ് പരാതി. പിന്നീട് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ കുട്ടിയുടെ കാലിന് ക്ഷതം സംഭവിച്ചതായി കണ്ടെത്തി. രക്ഷിതാക്കളുടെ പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ സ്ട്രീറ്റ് ലൈബ്രറിയുമായി തൃശൂർ കോർപ്പറേഷൻ. യുനെസ്കോ തൃശൂർ ലേണിംഗ് സിറ്റിയുടെ നേതൃത്വത്തിൽ നഗരമധ്യത്തിൽ തെരുവ് വായനാ കേന്ദ്രങ്ങൾ സജ്ജമാകുന്നത് 5 ഇടങ്ങളിൽ. കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിലേക്ക് പൊതുജനങ്ങളുടെ വാഹനങ്ങൾ കയറ്റുന്നത് നിരോധിച്ചു. മാള പഞ്ചായത്ത് കാവനാട് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തി. UDF സ്ഥാനാർത്ഥി നിത ജോഷി വിജയിച്ചത് 567 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് പദവിയോട് താൻ പൂർണ്ണമായും വിശ്വസ്തത പുലർത്തിയിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മേലധികാരികൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയാണ് താന്റെ ദൗത്യമെന്നും ആൻഡ്രൂസ് താഴത്ത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അവശേഷിക്കുന്ന ജോലികൾ വ്യാഴാഴ്ച മുതൽ തുടങ്ങാൻ തീരുമാനം. പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്ന നാടോടികളെ മാറ്റിപ്പാർപ്പിക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.